The next question is magnify the triangle ABC with 0 0 B11 C 52. First coordinate 0 0 means here A00 B11 C52 to twice its size while keeping C52 fixed. Okay, so നമുക്കൊരു ട്രയാങ്കിളിനെ മാഗ്നിഫൈ ചെയ്യുക ടു ഡബിൾ സൈസ് മീൻസ് അവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ട സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷനാണ്. ആൻഡ് ഓൾസോ ഹിയർ ഒരു പോയിൻറ്റ് ഫിക്സ്ഡ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. സോ ഫസ്റ്റ് triangle ABC in matrix form. Then next here the transformation to perform is scaling and with respect to fixed point, and here double size എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സ്കെയിലിംഗ് ഫാക്ടേഴ്സ് രണ്ടും 2 ആയിരിക്കും. ഓക്കെ, ദെൻ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ ജനറൽ ഫിക്സഡ് പോയിൻറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ മെട്രിക്സിലോട്ട് വാല്യൂസ് എക്സ് വൈയും എക്സ് എഫും എക്സ് വൈയും ഫിക്സഡ് പോയിൻറ്റും അപ്ലൈ ചെയ്യുക. ദെൻ എന്താണ് ഫൈനൽ കോർഡിനേറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദാറ്റ് മെട്രിക്സ് വിത്ത് triangle matrix. Okay, so the new values a dash equal to -5 -2, b dash equal to -3 0 and c dash equal to 5 2. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നിരുന്നാലും റൈറ്റ് സൈഡിൽ നിന്നാണ് മെട്രിക്സ് എഴുതി തുടങ്ങേണ്ടത്. റൈറ്റ് സൈഡിൽ നമ്മൾ ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സ് എഴുതുക. ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഓരോ ട്രാൻസ്ഫോർമേഷൻസ് എഴുതി പോവാം. ഓക്കെ, ദെൻ ചില കേസ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് റിസൾട്ടിൻ്റെ അടുത്ത് നമ്മുടെ ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ദെൻ the next question is a rectangle parallelepiped is unit distance on x-axis, 2 units on y-axis and 3 units on x-axis. Determine the new coordinates of the parallelepiped when it is rotated counterclockwise about x-axis by an angle of 45 degree. Okay, so ഇവിടെ നമുക്കൊരു 3-dimensional ഒബ്ജക്റ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസിൽ -3 യൂണിറ്റ്സ്, വൈ ആക്സിസിൽ 2 യൂണിറ്റ്സ്, 3 യൂണിറ്റ്സ്, വൈ ആക്സിസിൽ 2 യൂണിറ്റ്സ് ആൻഡ് ഇസഡ് ആക്സിസിൽ 1 യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു റെക്റ്റാങ്കിൾ പാരലലോപൈപ്ഡ്, അതായത് റെക്റ്റാങ്കിൾ ഷേപ്ഡ് 3-dimensional ഒബ്ജക്റ്റ് വരയ്ക്കുക. ദെൻ അതിന് ടോട്ടൽ 8 വേർട്ടീസസ് കാണും. ദാറ്റ് ഈസ് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ഹിയർ എ ഈസ് ദിസ്, then first 0 0 1, that is this one is A. next 3 0 1 എന്ന് പറയുമ്പോൾ അവിടെ എക്സും ഉണ്ട് ഇസഡും ഉണ്ട്. എക്സ് ഇസഡും ഉള്ള ഏതാണ്? ഇതാണ്, ഇത് ബി. ദെൻ നെക്സ്റ്റ് ഈസ് 3 2 1 എന്ന് പറയുമ്പോൾ ദിസ് പോയിൻറ്റ്, ദിസ് ഈസ് സി. ദെൻ നെക്സ്റ്റ് ഈസ് 0 2 1 എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? എക്സ് 0 ആണ്, വൈയും ഉണ്ട് ഇസഡും ഉണ്ട്. വൈ ഇസഡും ഉണ്ടെന്ന് പറയുമ്പം ഈ പോയിൻറ്റ്, ദാറ്റ് ഈസ് ഡി. ഓക്കെ, നെക്സ്റ്റ് ഇ 0 0 0, ദാറ്റ് ഈസ് ഒറിജിൻ. നെക്സ്റ്റ് 3 0 0, എക്സ് മാത്രം ഉള്ളത് എഫ്. ദെൻ 3 2 0, എക്സും വൈയും ഉള്ളത് ജി. ദെൻ 0 2 0, വൈ മാത്രമുള്ളത് എച്ച്. ഇങ്ങനെ 8 കോർഡിനേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ആ 8 വാല്യൂസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 8 വേർട്ടീസസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 4x4 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. സോ കൺസിസ്റ്റിംഗ് ഓഫ് 4 rows and 8 columns. Okay, then we need to perform rotation about the x-axis by an angle 45 degree, that is counterclockwise ആണ്. സോ ഇവിടെ ആംഗിൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, 4x4 മെട്രിക്സ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് നമ്മൾ റെക്റ്റാങ്കിൾ പൈപ്പിൽ പാരലോഗ്രാമിനെ കറസ്പോണ്ട് ചെയ്യുന്ന മെട്രിക്സിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ next one is consider a triangle 2 2 10 2 2 10. Perform the following 2-dimensional transformations in succession and find the resultant vertices. That is, first one is scaling with respect to 2 2 by scaling factors 2 2 respectively along x and y direction. That is, ഇവിടെ നമ്മൾ 2 2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്കെയിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് യൂസ് ചെയ്യുക.
Then second one is rotation about 90 degree counterclockwise. Counterclockwise means here also rotation angle positive ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഫോർ സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻസ് കറസ്പോണ്ടിങ് മെട്രിക്സ് വാല്യൂസ് അപ്ലൈ ചെയ്യാം. എസ് എസും എക്സ് വൈയും എക്സ് എഫും വൈ എഫും എല്ലാം 2 2 ആണ്. Then next is for rotation by 90 degree matrix. Then so for the above two transformations the resultant matrix നമ്മൾ ഈ റൊട്ടേഷൻ മെട്രിക്സും സ്കെയിലിംഗ് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സ്കെയിലിംഗ് മെട്രിക്സ് നെക്സ്റ്റ് ഈസ് റൊട്ടേഷൻ മെട്രിക്സ് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന then this is the triangle in matrix form 210, that is A, that is B, next is C. ഓക്കെ, സോ ഈ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ മെട്രിക്സ് ആണ് എഴുതേണ്ടത് റൈറ്റ് സൈഡിൽ. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ ഈ റിസൾട്ടൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് സ്കെയിലിങ്ങും റൊട്ടേഷനും കൂടെ കമ്പൈൻ ചെയ്ത മെട്രിക്സ്, ദെൻ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം 1 into 2. Okay, that is the new coordinates after transformation can be obtained by multiplying 1 into 2 and we got a dash, b dash and c dash. Okay.